Welcome to Learnino, Junior Instructor Technician Medical Electronics exam prepare ചെയ്യുന്നവർക്കായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് MCQs ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മുന്നേ നടന്നിട്ടുള്ള ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Wien-Bridge oscillator circuit uses negative feedback, positive feedback, both negative and positive feedback, none of the above. അപ്പോൾ Wien-Bridge oscillator feedback ഉണ്ടെന്ന് നമുക്കറിയാം. ഏത് ഫീഡ്ബാക്ക് ആണെന്നാണ് അതിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്കും നമ്മൾ യൂസ് ചെയ്യും. കാരണം സ്റ്റേബിൾ ആയിട്ടുള്ള സൈൻ വേവ് ആണ് അല്ലെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അൺഡാംപ്ഡ് ഓസിലേഷൻ. അൺഡാംപ്ഡ് ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അൺഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക അല്ലെ. അതല്ലാതെ ടൈമിനനുസരിച്ച് ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ അല്ല ചെയ്യുന്നത്. ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഡിക്രീസ് വിത്ത് ടൈം, ഓപ്ഷൻ ബി ഇൻക്രീസ് വിത്ത് ടൈം, ഓപ്ഷൻ സി കോൺസ്റ്റന്റ് ആൻഡ് ഓപ്ഷൻ ഡി 0. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Next one, the impedance of the parallel RLC circuit at resonance is. ഈ റെസണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാനുണ്ടാവും. അല്ലെങ്കിൽ സീരീസ് റെസണൻസ് അല്ലെങ്കിൽ പാരലൽ റെസണൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പാരലൽ RLC സർക്യൂട്ടിലെ റെസണൻസിൽ എങ്ങനെയായിരിക്കും ഇംപിഡൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇംപിഡൻസ് മാക്സിമം ആണോ മിനിമം ആണോ 0 ആണോ ഈക്വൽ ടു DC റെസിസ്റ്റൻസ് ആണോ എന്നുള്ളതാണ്. ഇറ്റ് ഇസ് മാക്സിമം വാല്യൂ ആയിരിക്കും ആൻഡ് ഇറ്റ്സ് പ്യുവർലി റെസിസ്റ്റീവും ആയിരിക്കും അല്ലെ. പാരലൽ RLC സർക്യൂട്ട് ആകുമ്പോൾ the value is maximum. Option A. Next one, which filters are used to block the 50 Hz hum produced by AC mains in amplifier? So 50 Hz hum ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ പേര് നോച്ച് ഫിൽട്ടർ എന്നാണ്. നോച്ച് ഫിൽട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിൽ ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് സ്റ്റോപ്പ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോച്ച് ഫിൽറ്റേഴ്സ് ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതിന് നമ്മൾ നോച്ച് ഫിൽറ്റേഴ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റേഴ്സ്. ഓക്കെ, ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റേഴ്സ് ആണ് നോച്ച് ഫിൽറ്റർ ഓർ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next one, which of the following is difficult to fabricate in an IC? IC-യിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ഏതാണ്? ഡയോഡ്, റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ, ചോക്ക്. അപ്പൊ ഡയോഡും റെസിസ്റ്ററും ട്രാൻസിസ്റ്ററും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ ICസും ചെയ്യുക. ചോക്ക് അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സ് അതൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കോയിൽസ് ഒക്കെ വരുന്ന എലമെന്റ്സ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പോണൻസ് ഒക്കെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആണ്. ചെയ്യാൻ പറ്റില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി ഡയോഡ്, റെസിസ്റ്റർ, ട്രാൻസിസ്റ്ററിനെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ഓർ ലിക്വിഡ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എയർ. ഓപ്ഷൻസ് ലെസ്, എയ്തർ ലെസ് ഓർ മോർ, സെയിം, മോർ. അതായത് കമ്പാരിസൺ ആണ് വരുന്നത്. അപ്പൊ എയറിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 343 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് വരുന്നത്. വാട്ടറിൽ 1484 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? വെലോസിറ്റി ഓഫ് സൗണ്ട് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എയർ. എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്, മോർ ആണ് അല്ലെ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് സെൽ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇത് വാല്യൂ അറിഞ്ഞിരിക്കുക തന്നെ വേണം. 1.250 to 1.285 ആണ് വരുന്നത്. സോ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് 1.15, 1.38, 1.835, 1.28 എന്നാണ് തന്നിരിക്കുന്നത്. സോ വി ക്യാൻ ചൂസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, ഫോർ IC 7815 the minimum unregulated DC input voltage should be. മിനിമം വാല്യൂ എത്രയായിരിക്കണം എന്നാണ്. മിനിമം വാല്യൂ 17.5 volts ആണ് വരുന്നത്. സോ ഫ്രം ദ ഓപ്ഷൻസ് വി ക്യാൻ ചൂസ് ഓപ്ഷൻ ബി. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഗസ് ചെയ്ത് പോലും ആൻസർ എഴുതാൻ പറ്റില്ല. കറക്റ്റ് വാല്യൂസ് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലുള്ള നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗുഡ് പവർ സപ്ലൈ ഹാവ് ലോഡ് റെഗുലേഷൻ നോട്ട് മോർ ദാൻ. ഒരു ഗുഡ് പവർ സപ്ലൈ ആണെങ്കിൽ അതിന്റെ ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 0 എന്നുള്ള വാല്യൂ ആണ് വരേണ്ടത്. ആൻഡ് ഇറ്റ് ഹാവ് ടു ബി നോട്ട് മോർ ദാൻ 0.1% നമുക്ക് പറയാം. അതായത് ഗുഡ് പവർ സപ്ലൈ ടിപ്പിക്കലി ഹാസ് ലോഡ് റെഗുലേഷൻ ഓഫ് നോ മോർ ദാൻ 0.1%. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് വൺ, the phenomenon which causes a reverse breakdown in Zener diode is known as.
സെനഡയോഡിലെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ അതിന് കാരണമാകുന്നത് സെനർ എഫക്റ്റും അവലാഞ്ചി എഫക്റ്റും ആണ്. ഓപ്ഷൻസിലെ ഹാൾ എഫക്ട്, ബ്രേക്ക് ഡൗൺ എഫക്ട്, അവലാഞ്ചി എഫക്ട് ആൻഡ് ഇൻഡക്ഷൻ എഫക്ട് എന്നുണ്ട്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അവലാഞ്ചി എഫക്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പോളറൈസ്ഡ് കപ്പാസിറ്റർ. അപ്പൊ നമുക്ക് പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സും നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സും ഉണ്ട്. പൊതുവെ നമ്മൾ പേപ്പർ കപ്പാസിറ്റർ, ഫിലിം കപ്പാസിറ്റർ, സിറാമിക് കപ്പാസിറ്റേഴ്സ് ഇതെല്ലാം എന്തായിരിക്കും? നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ്. എന്തായാലും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഒക്കെ, അതായത് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ ലെഗ്സ് വരുന്നത്, അതാണ് പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈ കപ്പാസിറ്റേഴ്സിൽ നമ്മൾ നോൺ പോളറൈസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സിന്റെ ലെഗ് നോക്കിക്കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ടായിരിക്കും. പക്ഷെ എപ്പോഴും നോൺ പോളറൈസ്ഡിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അതിന്റെ ഒരു ലെങ്ത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. So option D is the correct answer. Next one, IC 7476 is D flip-flop, RS flip-flop, JK flip-flop and MS flip-flop. IC 7476 is a dual master slave JK flip-flop. So correct answer is option C. Next one, the output of a particular op-amp increases 8 volt in 12 millisecond. Then the slew rate is dash. Slew rate എത്രയാണെന്നുള്ളതാണ്. So slew rate calculate ചെയ്യാൻ delta V by delta T, അതായത് എത്ര വോൾട്ട് ആണ് ഡിവൈഡഡ് ബൈ ആ ടൈം ആണ്. അപ്പൊ ഇവിടെ മില്ലി സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. 8 വോൾട്ട് ബൈ 12 മില്ലി സെക്കൻഡ്സ് ആണ് വരുന്നത്. സോ 8/12 നോക്കുക. 8/12ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ അതിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ 10⁻³ വരുന്നുണ്ട്. അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഹൺഡ്രഡ്സിൽ വാല്യൂ കിട്ടും. സോ ഇവിടെ നമുക്ക് സെക്കൻഡ്സിൽ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ്സിൽ ചെയ്യാം. മില്ലി സെക്കൻഡ്സിൽ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 0.6 എന്നാണ് വരുന്നത്. ഇപ്പൊ സെക്കൻഡ്സിലാണ് നമുക്ക് ചോദിക്കുന്നത്. ഇപ്പൊ ചില സമയത്ത് ആൻസർ വരുമ്പോൾ ഈ മില്ലി സെക്കൻഡ് എന്നുള്ളത് മാതിരി സെക്കൻഡ്സിലായിരിക്കും ആൻസർ തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാൽക്കുലേഷൻ മാറ്റണം. സോ ഹിയർ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, എ ബൈനറി നമ്പർ 10101 is equivalent to decimal number. ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ആലോചിച്ച് തന്നെ കണ്ടുപിടിക്കാം. ഓരോ പൊസിഷനിലുള്ള 2⁻² വാല്യൂ മാത്രം നോക്കിയാൽ മതി. 2⁻1, 2⁻0 വരുന്നുണ്ട്, 2⁻2 വരുന്നുണ്ട്, 2⁻4 വരുന്നുണ്ട്. അപ്പൊ 16 + 4 + 1 അങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എഴുതേണ്ട കാര്യം പോലുമില്ല, മനസ്സിൽ നമുക്ക് ആലോചിച്ച് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആൻസർ ഈസ് 21. Next one, total internal reflection can take place when light travels from. Light must travel from a denser medium to a less denser medium. അല്ലെ? Denser medium to rarer medium ആയിരിക്കും. അതല്ലെങ്കിൽ high refractive index to lower refractive index. രണ്ട് രീതിയിൽ നമുക്കത് പറയാം. സോ ഓപ്ഷൻ ഡി ആണ് denser to rarer medium. അതിലാണ് നമ്മൾ total internal reflection നടക്കുന്നത്. Next, noise margin is expressed in. Noise margin decibel, watt, volt and ohm. So noise margin എന്ന് പറയുന്നത് വോൾട്സിലാണ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Next one, the structure of an optical fiber consists of multi-mode step index, graded index, single mode step index. ഇതെല്ലാം വരുന്നുണ്ട്. So option D, all of the above കൊടുക്കാം. Next, an XOR gate produces an output 1 only when its 2 inputs are. XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സെയിം ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതിന് നേരെ റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ XNOR ഗേറ്റിൽ വരുന്നത്. സോ ഹിയർ ഔട്ട്പുട്ട് 1 വരുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് 1 വരുന്നത് 2 ഇൻപുട്സ് ആർ ഡിഫറെന്റ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ഹാസ് ദ ഹൈയസ്റ്റ് ഇൻപുട്ട് ഇംപെഡൻസ്. ഹൈയസ്റ്റ് ഇൻപുട്ട് ഇംപെഡൻസ് എപ്പോൾ ചോദിച്ചാലും ആൻസർ കിട്ടണം മോസ്ഫെറ്റ് ആണ്. ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ്, എ ഫുൾ ആഡർ ക്യാൻ ബി മെയ്ഡ് അപ്പ് ഓഫ് 2 half adders, 2 half adder and a NOT gate, 2 half adder and an OR gate, 2 half adders and an AND gate. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ പഠിക്കും. ഫുൾ ആഡർ, അതുപോലെ ഫുൾ സബ്സ്ട്രാക്ടർ, ഇതൊക്കെ എങ്ങനെ ഏതൊക്കെ കോമ്പിനേഷനിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകുന്നതാണ് ഈസി, കാരണം നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാം. ഫുൾ ആഡർ ക്യാൻ ബി മെയ്ഡ് അപ്പ് ഓഫ് 2 half adders and an OR gate. So option C is the correct answer. Next one, the 8051 microcontroller is of dash pin package and as a dash processor. 40 pin പാക്കേജും 8-bit പ്രോസസ്സറും ആണ് വരുന്നത്. അപ്പൊ അതിലെ ഓപ്ഷൻ സിയും ഡിയും കൂടി തെറ്റി പോവരുത്. ഒന്ന് 48 ബിറ്റും ഒന്ന് 48 ബൈറ്റും ആണ് വരുന്നത്. സോ 40 pin package with 8-bit processor ആണ് വരുന്നത്. Which bus is bidirectional? Data bus, control bus, address bus and multiplexed bus.
Data bus ആണ് bidirectional ആയിട്ട് വരുന്നത്, carries data to and from the CPU and other components in a bidirectional manner. So option A is the correct answer. Next one, MRI machines are calibrated in dash units. MRI machines, power, Tesla, pressure and hertz. MRI machines calibrate ചെയ്യുന്നത് Tesla. Option B. Next one, in dialysis, the waste products are transferred to the dialysate by viscosity, diffusion, surface tension, and option D, centrifuge, and it is diffusion. Next one, the circuit which controls the turn on and turn off and the length of the X-ray delivered to the patient is filament circuit, HT circuit, timing circuit, none of these. Turn off, turn on, time ആണ് control ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലോജിക് വെച്ച് ആലോചിച്ചാൽ തന്നെ ആൻസർ കിട്ടുന്നതാണ്. It is timing circuit, option C. Next, the most modern defibrillators will have position for synchronizing discharge pulse with the patients. EEG, ECG, EMG, none of the defibrillators എന്ന് പറയുന്നത് അത് നമ്മളെ പേഷ്യന്റ് ഹാർട്ട് ബീറ്റുമായിട്ടാണ് connected ആയിട്ട് വരുന്നത്. So it have a position for synchronizing the discharge pulse with patient's heartbeat. So correct answer is ECG. Next one, cardiac catheterization is a technique used primarily to diagnose nerve deficiency, wall deficiency, lung deficiencies, and none of this. So it is associated with heart conditions തന്നെ ട്രീറ്റ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. So option B കൊടുക്കാം, that is valve deficiencies. Next one, the ability of the trace to remain visible on the face of CRT is known as appearance, persistence, resolution, and precision. So correct answer is persistence. Next one, coaxial cable consists of dash concentric copper conductors. Coaxial cable la namukku rendu concentric copper conductors aanu unda, one inner conductor, one outer conductor. So option B, 2 is the correct answer. Next one, in ERG measurements, the reference electrode is made up of material എന്താന്നുള്ളതാണ്, സിൽവർ അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സിൽവർ ആൻഡ് സിൽവർ ക്ലോറൈഡ് രണ്ടും ഉണ്ട്, ബട്ട് മോർ ആക്യുറേറ്റ് is സിൽവർ ക്ലോറൈഡ്, ഓപ്ഷൻ ഡി. സോ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് ഈ പാറ്റേണിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്ന എക്സാമിനും. ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിനാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ തന്നെ ഈ എക്സാമിനും പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.